പാലക്കാട് മുണ്ടൂരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ വീടിന് സമീപത്താണ് വീണ്ടും കാട്ടാനക്കൂട്ടം എത്തിയത്. കാട്ടാനകളെ വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് കാടുകയറ്റി. പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, ഈ നേരത്തെ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ വീടിന് സമീപത്ത് തന്നെയാണ് ഇപ്പോഴും കാട്ടാനകൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഒരു നടപടികളും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെയാണ് മുണ്ടൂരിലെ കഴിഞ്ഞ തവണ കാട്ടാനാക്രമണം ഉണ്ടായിട്ടുള്ള കയറങ്കോട് മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയിട്ടുള്ളത്. അവിടെ മൈലമ്പുള്ളി, അതോടൊപ്പം തന്നെ കയറങ്കോട് തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ കാട്ടാന ഇറങ്ങിയിരുന്നു. വലിയ തോതിൽ കൃഷിനാശവും എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾ പറയുന്നത് കഴിഞ്ഞ തവണ അവിടെ കാട്ടാന ഇറങ്ങി ഒരാൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം കാട്ടാന ശല്യം തടയാൻ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ചിലയിടങ്ങളിലെല്ലാം തന്നെ ഇനിയും നിർമ്മിക്കേണ്ടതുണ്ട്. അതൊന്നും തന്നെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആ മേഖലയിൽ വീണ്ടും ഭീതി പരത്തി കാട്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്.